ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്നാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ മഞ്ഞിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നാൾ ജർമ്മനി വന്നതിന് ശേഷം മഞ്ഞൊന്നുമില്ല, ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞ്, അതും വലിയൊരു ഫീവറും, ഭയങ്കര സിവിയർ ഫീവർ. ഇപ്പം എൻ്റെ ശബ്ദം പോലും ഇതുവരെ ശരിയായിട്ടില്ല. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അകത്തുനിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമൊക്കെ തന്നെയാണ്, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അതത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഇതുവരെ മാനേജ് ചെയ്യാം. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. റൂട്ട്സൊക്കെ ട്രെയിൻ മാറ്റിയതോടെ ഇടയിൽ ഇറങ്ങേണ്ടി വന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ സ്നോയി ഡേയിൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫിയർഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. നമുക്ക് ഫുൾ ഭയങ്കര ഡാർക്കാണ്, സ്നോയിൽ നടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. പക്ഷേ എങ്കിലും ഇതുവരെയുള്ള ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം. പക്ഷേ എങ്കിലും ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതാണ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തെ അവസ്ഥ. സ്നോ കുറഞ്ഞോ എന്ന് നോക്കി ഇരുന്നിട്ട് ഇപ്പോൾ കാലത്ത് വീണ്ടും ഹെവി സ്നോഫോളാണ്. അതുകൂടാതെ നല്ല വിൻഡിയുമാണ്. ഇപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇരിക്കുമ്പോൾ കാണുന്ന നല്ല വിഷ്വൽ ട്രീറ്റാണിത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഡാമേജിങ് അതിൻ്റെ ബാഡ് സൈഡ് നമ്മൾ കാണുന്നത്. ഇവിടെ ട്രീ ഒക്കെ പൊട്ടി വീണിരിക്കുകയാണ്. ബ്രാഞ്ചസൊക്കെ താഴെ വീണിട്ടും ഡാമേജസ് വരുന്നുണ്ട്. സോ പുറത്തിറങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ആക്ച്വലി. ബാക്ക് യാർഡൊക്കെ ലീവ്സൊക്കെ വീണ് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നാണ് ഇങ്ങനെയായത്. സോ അതാണ് ഇവിടുത്തെ ഒരു സ്നോയി ഡേ. ബൈ.